അഭിഭാഷകർക്ക് സമരം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റോ സെൻസോ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ കളക്റ്റീവ് ബോയ്ക്കോട്ട് ഫ്രം ദി വർക്കാണ്. അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റോ സെൻസോ നോക്കിക്കഴിഞ്ഞാൽ ലോയിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഇല്ല. ആകെ ട്വിൻ ടെസ്റ്റാണ്. ഒരു വിഭാഗത്തിന് ഒരു ക്ലാസ്സിന് സ്ട്രൈക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. ഒന്ന്, വെദർ ഹീ ഈസ് എ വർക്ക്മാൻ ആസ് ഡിഫൈൻഡ് അണ്ടർ ദി ID Act. രണ്ടാമത്തേത്, വെദർ ID Act ഈസ് ആപ്ലിക്കബിൾ ടു ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ്. ഈ രണ്ട് ടെസ്റ്റും സൈമൾട്ടേനിയസ് ആയിട്ട് പാസ്സായാൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് വെദർ ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ് ഈസ് ഹാവിംഗ് റൈറ്റ് ടു സ്ട്രൈക്ക് ഓർ നോട്ട്. ഈ ട്വിൻ ടെസ്റ്റിൻ്റെ വെളിച്ചത്തിൽ ഒരകല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഭിഭാഷകർക്ക് സമരം ചെയ്യാനുള്ള അവകാശമില്ല. സമരം ചെയ്യാനെന്ന് വെച്ചാൽ സമരമല്ല ഉദ്ദേശിക്കുന്നത്, കളക്റ്റീവ് ബോയ്ക്കോട്ട്, സ്ട്രൈക്ക് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ പണിമുടക്കാനുള്ള അവകാശമില്ല. സമരം ചെയ്യാം. സമരം ചെയ്യാന്ന് വെച്ചാൽ പണിമുടക്ക് തന്നെ ആകണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ പ്രതിഷേധമാണ്, അത് നമ്മുടെ റൈറ്റ് ടു എക്സ്പ്രഷൻ്റെ ഭാഗമാണ്, നമ്മുടെ ജോലിയെ ബാധിക്കാതെ. കാരണം എന്ന് വെച്ചാൽ ഒരു അഭിഭാഷകൻ, ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ ജോലിയല്ല, അത് ഡ്യൂട്ടിയാണ്, ഒബ്ലിഗേഷനാണ് സൊസൈറ്റിയോട്. അതൊരു ഉദാത്തമായ ഒരു ദൈവികമായ ഒരു കടമയാണത്. കാരണം വെച്ചാൽ ആ ടൈമിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം പിന്നീട് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റൂല. ഒരു രോഗി ശ്വാസം കിട്ടാതെ ഇതാകുന്നു, ഇല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇതിലായി നിൽക്കുമ്പോൾ ഡോക്ടർ ആ ടൈമിൽ തന്നെ ഡോക്ടറിൻ്റെ അറ്റൻഷൻ വേണം. സമരം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ആ രോഗി ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ അയാളുടെ സിറ്റുവേഷൻ വേഴ്സൺ ആകും. അതുപോലെയാണ് ഒരു ക്ലയൻ്റ് എന്ന് പറയുന്നത്. അയാൾ ബെയിൽ കിട്ടാതെ, ചെയ്യാത്ത കുറ്റത്തിന് ബെയിൽ കിട്ടാതെ അകത്തായിരിക്കും. ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു റവന്യൂ റിക്കവറി വന്ന് പ്രോപ്പർട്ടി, അയാളുടെ മൊത്തം വീടും കുടിപ്പാടവും കിടപ്പാടവും പോകാൻ പോണേയിരിക്കും. ആ ടൈമിൽ ഒരു ഒരു സ്റ്റേ കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്റ്റേ, ന്യായമായി കിട്ടേണ്ടുന്ന ഒരു സ്റ്റേ വക്കീൽ ഇതാകാതെ കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വരുന്ന മാനഹാനി, അയാൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമുക്ക് വേറെ രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വക്കീൽ ജോലി മുടക്കിക്കൊണ്ടുള്ള ഒരു സമരം പാടില്ല. അതേസമയം പ്രതിഷേധം ചെയ്യാനുള്ള, സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഇത്.